പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ വിലയേറിയ സമയം ഒട്ടും പാഴാക്കാതെ നമുക്ക് വിഷയത്തിലേക്ക് നേരിട്ട് കടക്കാം, അല്ലേ? തീർച്ചയായും. ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എപ്പിഡമിയോളജിയിലെ അടിസ്ഥാന അളവുകളെക്കുറിച്ചാണ്. ബേസിക് മെഷർമെന്റ്സ് ഇൻ എപ്പിഡമിയോളജി. അതെ, പ്രധാനമായും ദ മെഷേഴ്സ് ഓഫ് മോർട്ടാലിറ്റി ആൻഡ് മോർബിഡിറ്റി. നിങ്ങളൊരു ഡെന്റൽ വിദ്യാർത്ഥിയാണെങ്കിൽ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള വിഷയമായി തോന്നാം. പലർക്കും അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്കിത് വളരെ ലളിതമായി കുറെ ഉദാഹരണങ്ങളൊക്കെ വെച്ച് ഒന്ന് ചർച്ച ചെയ്യാം. ശരിയാണ്. ഒരു തെർമോമീറ്റർ ടെമ്പറേച്ചർ അളക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു മെഷീൻ ഭാരം അളക്കുന്നത് പോലെ, എപ്പിഡെമിയോളജിയിലും നമുക്ക് കൃത്യമായ അളവുകൾ വേണം. ഇവിടെ നമ്മൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് അളക്കുന്നത്. ഒന്ന് മോർട്ടാലിറ്റി, അതായത് മരണം. പിന്നെ മോർബിഡിറ്റി, രോഗാവസ്ഥ. അപ്പോൾ നമുക്ക് മോർട്ടാലിറ്റിയിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ഒരു രോഗത്തിനെതിരായ പോരാട്ടത്തിലെ ഒരു ഫൈനൽ സ്കോർ എന്ന് പറയാം, അല്ലേ? തീർച്ചയായും. മോർട്ടാലിറ്റി ഡാറ്റ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം മരണമെന്നത് വളരെ വ്യക്തമായ ഒരു സംഭവമാണ്. അത് രേഖപ്പെടുത്താനും എളുപ്പമാണ്. അതെ, ഡെത്ത് സർട്ടിഫിക്കറ്റുകൾ പോലെയുള്ള കൃത്യമായ രേഖകളുണ്ടാകും. അതുകൊണ്ട് ഒരു പ്രദേശത്തെ ഉയർന്ന മരണനിരക്ക് അവിടുത്തെ പൊതുജനാരോഗ്യ പ്രശ്നങ്ങളിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ്. അപ്പോൾ ഈ മോർട്ടാലിറ്റി അളക്കാൻ പല വഴികളുണ്ട്. അതിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നാണ് ക്രൂഡ് ഡെത്ത് റേറ്റ്, അതായത് CDR. അതെ, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ അതൊരു ക്രൂഡ് അല്ലെങ്കിൽ ഒരു ഏകദേശ കണക്കാണ്. അതായത് ഒരു നിശ്ചിത പ്രദേശത്ത് ഒരു വർഷത്തിൽ ഓരോ 1000 ആളുകളിലും എത്ര പേർ മരിക്കുന്നു എന്നതിന്റെ ഒരു ലളിതമായ കണക്ക്. ഇതിനൊരു ഫോർമുല ഉണ്ടല്ലോ. വളരെ സിമ്പിളാണ്. ഒരു വർഷത്തെ ആകെ മരണങ്ങൾ ആ വർഷത്തെ മധ്യത്തിലെ ജനസംഖ്യ ഇൻറ്റു 1000. ഓക്കെ. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു 10,000 പേരുള്ള ടൗണിൽ ഒരു വർഷം 80 പേർ മരിച്ചാൽ അവിടത്തെ ക്രൂഡ് ഡെത്ത് റേറ്റ് 80/10,000 ഇൻറ്റു 1000, അതായത് 8/1000 ആയിരിക്കും. ഇതിനെ ക്രൂഡ് എന്ന് പറയാനൊരു കാരണമുണ്ടല്ലോ. ഇത് എല്ലാ പ്രായക്കാരെയും എല്ലാ മരണകാരണങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്നു, അല്ലേ? അതുതന്നെ. അവിടെയാണ് ഇതിന്റെ ഒരു പരിമിതി. അതെങ്ങനെയാണ് ഒരു പരിമിതിയാകുന്നത്? ഉദാഹരണത്തിന്, പ്രായമായവർ ഒരുപാട് താമസിക്കുന്ന ഒരു സ്ഥലത്തെയും ചെറുപ്പക്കാർ കൂടുതലുള്ള ഒരു യൂണിവേഴ്സിറ്റി ടൗണിലെയും CDR നമ്മൾ താരതമ്യം ചെയ്താൽ സ്വാഭാവികമായും പ്രായമായവരുള്ളിടത്ത് മരണനിരക്ക് കൂടുതലായിരിക്കും. അതെ, അതുകൊണ്ട് മാത്രം അവിടുത്തെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനാണ് നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മമായ കണക്കുകളിലേക്ക് പോകുന്നത്. അപ്പോൾ അതാണ് അടുത്ത ടൂൾ, സ്പെസിഫിക് ഡെത്ത് റേറ്റ്. അതെ, പേരുപോലെ തന്നെ നമ്മൾ കാര്യങ്ങൾ കുറച്ചുകൂടി സ്പെസിഫിക് ആക്കുന്നു. അതായത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരുടെ മരണനിരക്ക്. ഒരു പ്രത്യേക പ്രായക്കാർ, അല്ലെങ്കിൽ പുരുഷന്മാർ, സ്ത്രീകൾ എന്നിങ്ങനെ. അതുമല്ലെങ്കിൽ ഒരു പ്രത്യേക രോഗം മൂലമുള്ള മരണനിരക്ക്. വായിലെ ക്യാൻസർ കാരണം എത്ര പേർ മരിക്കുന്നു എന്ന കണക്കുപോലെ. കൃത്യം. ഇത് നമുക്ക് ഒരു രോഗം ഒരു സമൂഹത്തിൽ എത്രത്തോളം ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. ഓക്കെ. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, പരീക്ഷയ്ക്കൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്, കേസ് ഫെറ്റാലിറ്റി റേറ്റ്, CFR. അതെ, CFR. ഇത് സ്പെസിഫിക് ഡെത്ത് റേറ്റുമായി പലർക്കും ആശയക്കുഴപ്പമുണ്ടാകാറുണ്ട്. എന്താണ് പ്രധാന വ്യത്യാസം? രണ്ടും ഒരു രോഗം മൂലമുള്ള മരണം തന്നെയല്ലേ അളക്കുന്നത്? അല്ല, അവിടെയാണ് വ്യത്യാസം. സ്പെസിഫിക് ഡെത്ത് റേറ്റ് ആകെ ജനസംഖ്യയിൽ എത്ര പേർ മരിച്ചു എന്ന് നോക്കുമ്പോൾ, CFR നോക്കുന്നത് ആ രോഗം ബാധിച്ചവരിൽ എത്ര പേർ മരിച്ചു എന്നാണ്. ഓ, ശരി. അതായത് ഒരു രോഗത്തിന്റെ കൊല്ലാനുള്ള ശേഷി അല്ലെങ്കിൽ കില്ലിംഗ് പവറാണ് CFR കാണിക്കുന്നത്. ഒരു ഉദാഹരണം പറയാമോ? പറയാം. ഒരു സമൂഹത്തിൽ 100 പേർക്ക് ഒരു രോഗം വന്നൂന്ന് കരുതുക. അതിൽ 5 പേർ മരിച്ചു. അപ്പോ CFR 5% അതെ. ഇനി വേറൊരു രോഗം 100 പേർക്ക് വന്നിട്ട് 40 പേർ മരിച്ചാലോ? അപ്പോ CFR 40% അതായത് രണ്ടാമത്തെ രോഗം കൂടുതൽ അപകടകാരിയാണ്. അത് തന്നെ. രോഗം എത്ര സാധാരണമാണ് എന്നല്ല, അതെത്ര മാരകമാണ് എന്നാണ് CFR പറയുന്നത്. വളരെ വ്യക്തമായി. ഇനി ചില സാഹചര്യങ്ങളിൽ നമുക്ക് ആകെ ജനസംഖ്യയുടെ കണക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ എന്തു ചെയ്യും? ആ സാഹചര്യത്തിലാണ് നമ്മൾ പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേറ്റ് ഉപയോഗിക്കുന്നത്. അത് പേരുപോലെ തന്നെ ഒരു അനുപാതമാണോ? അതെ, ഒരു പൈയുടെ കഷ്ണം പോലെ ഓർത്താൽ മതി. ഒരു വർഷം നടന്ന ആകെ മരണങ്ങളിൽ എത്ര ശതമാനം ഒരു പ്രത്യേക കാരണം കൊണ്ടാണോ ഉണ്ടായത് എന്നിത് പറയുന്നു.
ഉദാഹരണത്തിന് ഒരു വർഷം ആകെ 1000 മരണങ്ങൾ നടന്നു. അതിൽ 100 എണ്ണം വായിലെ ക്യാൻസർ മൂലമായിരുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ വായിലെ ക്യാൻസറിന്റെ പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേറ്റ് 10%. അതായത് ആ വർഷം നടന്ന 10ൽ 1 മരണം വായിലെ ക്യാൻസർ മൂലമായിരുന്നു. അതെ. അതെ. ഇനി മോർട്ടാലിറ്റിയിലെ അവസാനത്തെ അളവ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് IMR. ഇതിന് ഒരു സമൂഹത്തിന്റെ ഹെൽത്ത് റിപ്പോർട്ട് കാർഡ് എന്ന് വിളിക്കാറുണ്ട്, അല്ലേ? തീർച്ചയായും. IMR വെറുമൊരു മരണനിരക്കല്ല. അതൊരു സമൂഹത്തിന്റെ സാമൂഹ്യ-സാമ്പത്തിക വികസനത്തിന്റെ ഏറ്റവും നല്ലൊരു സൂചകമാണ്. അതെങ്ങനെയാണ്? ജീവനോടെ ജനിക്കുന്ന ഓരോ 1000 കുട്ടികളിലും 1 വയസ്സ് തികയും മുൻപ് എത്ര പേർ മരിക്കുന്നു എന്നാണിത് കാണിക്കുന്നത്. IMR കുറവാണെങ്കിൽ അതിനർത്ഥം അവിടെ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും നല്ല പരിചരണം കിട്ടുന്നു. അതെ. നല്ല പോഷകാഹാരം, ശുദ്ധജലം, വാക്സിനേഷൻ, മൊത്തത്തിലുള്ള ജീവിത നിലവാരം ഇതെല്ലാം അതിൽ പ്രതിഫലിക്കും. ഈ മരണനിരക്കുകൾ എല്ലായിടത്തും ഒരുപോലെയല്ലല്ലോ. അതിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഉണ്ട്. ഉദാഹരണത്തിന് ജനനനിരക്ക്. ഉയർന്ന ജനനനിരക്ക് സാധാരണയായി ഉയർന്ന ശിശുമരണ നിരക്കിനും കാരണമാകാറുണ്ട്. ജനസാന്ദ്രതയോ? തിരക്കേറിയ സ്ഥലങ്ങളിൽ രോഗങ്ങൾ വേഗം പടരുമല്ലോ. അതെ, ജനത്തിരക്കേറിയ സ്ഥലങ്ങളിൽ രോഗങ്ങൾ, അപകടങ്ങൾ, ദാരിദ്ര്യം എന്നിവ കൂടുതലായിരിക്കും. കാലാവസ്ഥയും ഒരു ഘടകമാണ്. ശൈത്യകാലത്ത് മരണനിരക്ക് കൂടുന്നത് കാണാറുണ്ട്. തണുപ്പും മൂടൽമഞ്ഞുമൊക്കെ ശ്വാസകോശ രോഗങ്ങൾ വർദ്ധിപ്പിക്കും. പിന്നെ COVID-19 പോലുള്ള പകർച്ചവ്യാധികൾ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ കണ്ടതാണല്ലോ. ശരിയാണ്. അപ്പോ നമ്മുടെ ഡിറ്റക്റ്റീവ് കഥയുടെ ആദ്യ ഭാഗം കഴിഞ്ഞു. മരണങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പക്ഷേ കഥയുടെ പകുതിയായിട്ടില്ല. ഇല്ല. കാരണം രോഗം വന്ന് കഷ്ടപ്പെടുന്ന എന്നാൽ ജീവിച്ചിരിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. അവരുടെ കഥയാണ് അടുത്തത്. മോർബിഡിറ്റി. കൃത്യം. മോർട്ടാലിറ്റി ആരാണ് മരിച്ചത് എന്ന് പറയുമ്പോൾ മോർബിഡിറ്റി പറയുന്നത് ആരാണ് രോഗം മൂലം കഷ്ടപ്പെടുന്നത് എന്നാണ്. ആരോഗ്യരംഗത്ത് മുൻഗണനകൾ നിശ്ചയിക്കാനും രോഗനിയന്ത്രണ പരിപാടികൾ വിലയിരുത്താനുമൊക്കെ മോർബിഡിറ്റി ഡേറ്റ അത്യാവശ്യമാണ്, അല്ലേ? തീർച്ചയായും. അപ്പോ ഇനി ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. പരീക്ഷയ്ക്ക് ഉറപ്പായും ഓർത്തിരിക്കേണ്ട 2 ആശയങ്ങൾ: ഇൻസിഡൻസും പ്രിവലൻസും. അതെ. ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ ഒരു നല്ല ഉദാഹരണമുണ്ടല്ലോ, ആ ബാത്ടബിന്റെ ഉദാഹരണം. വളരെ നല്ലൊരു അനാലജിയാണത്. ഒരു ബാത്ടബ് സങ്കൽപ്പിക്കുക. ടാപ്പിൽ നിന്ന് ടബിലേക്ക് പുതിയതായി വീഴുന്ന വെള്ളമാണ് ഇൻസിഡൻസ്. അതായത് പുതിയ രോഗകേസുകൾ. അതെ. ഇനി ആ ടബിൽ ആ നിമിഷം എത്ര വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ അതാണ് പ്രിവലൻസ്. നിലവിലുള്ള എല്ലാ കേസുകളും, പഴയതും പുതിയതും. അതെ. വെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോകുന്നത് രോഗം മാറുകയോ മരിക്കുകയോ ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു. കൊള്ളാം. ഈ ചിത്രം മനസ്സിലുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പോൾ നമുക്കാദ്യം ടാപ്പിൽ നിന്ന് തുടങ്ങാം. ഇൻസിഡൻസ്. ഇതിനെ പുതിയ കേസുകളുടെ സ്പീഡോമീറ്റർ എന്ന് പറയാമോ? പറയാം. വളരെ നല്ലൊരു പ്രയോഗമാണ്. ഒരു രോഗം ഒരു സമൂഹത്തിൽ എത്ര വേഗത്തിൽ പടരുന്നു എന്നതിന്റെ അളവാണിത്. ഈ രോഗം ഇപ്പോൾ എത്ര വേഗത്തിൽ പടരുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഈ ഇൻസിഡൻസ് കൊണ്ട് നമുക്കെന്താണ് പ്രയോജനം? രോഗകാരണങ്ങൾ, അതായത് എറ്റിയോളജി കണ്ടെത്താൻ ഇൻസിഡൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻസിഡൻസിൽ പെട്ടെന്നൊരു വർധനമുണ്ടായാൽ അവിടെ എന്തോ ഒരു പുതിയ അപകട ഘടകം വന്നിട്ടുണ്ടെന്ന് സംശയിക്കാം. അതുതന്നെ. അതുപോലെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഫലപ്രദമാണോ എന്ന് പരിശോധിക്കാനും ഇതുപയോഗിക്കാം. വാക്സിൻ നൽകിയ ശേഷം ഇൻസിഡൻസ് കുറയുകയാണെങ്കിൽ അത് ഫലപ്രദമാണെന്ന് മനസ്സിലാക്കാം. അതെ. ഓക്കെ. ഇനി പ്രിവലൻസ് നോക്കാം. അത് ടബിൽ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്. ആകെ കേസുകളുടെ ഒരു സ്നാപ്ഷോട്ട്. അതെ. ഈ രോഗം മൂലം ഇപ്പോൾ എത്ര പേർ ബുദ്ധിമുട്ടുന്നു എന്ന ചോദ്യത്തിനാണ് ഇത് ഉത്തരം നൽകുന്നത്. ആരോഗ്യ സേവനങ്ങൾ പ്ലാൻ ചെയ്യുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കണക്കും ഇതുതന്നെയായിരിക്കും. തീർച്ചയായും. ഒരു രോഗത്തിന്റെ ഭാരം, അതായത് ബേർഡൻ, എത്രത്തോളം ഉണ്ടെന്ന് ഇത് കാണിക്കുന്നു. ഉദാഹരണത്തിന് പ്രമേഹത്തിന്റെ പ്രിവലൻസ് കൂടുതലാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇൻസുലിനും ഡോക്ടർമാരെയും ചികിത്സാ സൗകര്യങ്ങളും ആവശ്യമാണെന്ന് മനസ്സിലാക്കാം. അതെ. പ്രിവലൻസിൽ തന്നെ 2 തരമുണ്ട്: പോയിന്റ് പ്രിവലൻസും പീരിയഡ് പ്രിവലൻസും. അത് സമയത്തിന്റെ ഒരു കളിയല്ലേ? അത്രയുള്ളൂ. പോയിന്റ് പ്രിവലൻസ് ഒരു പ്രത്യേക ദിവസത്തെ കണക്കാണ്. ഇന്ന് ഈ സ്കൂളിൽ എത്ര കുട്ടികൾക്ക് ജിഞ്ചിവൈറ്റിസ് ഉണ്ട് എന്നതുപോലെ. പീരിയഡ് പ്രിവലൻസോ? അതൊരു നീണ്ട കാലയളവിലെ കണക്കാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും മൈഗ്രെയിൻ വന്ന എത്ര പേരുണ്ട്. ശരി. അപ്പോ ഇവ രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നിയമമുണ്ടല്ലോ, ഒരു സുവർണ നിയമം. ഉണ്ട്. എപ്പിഡമിയോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമവാക്യം: പ്രിവലൻസ് ഈക്വൽ ടു ഇൻസിഡൻസ് ഇൻടു ഡ്യൂറേഷൻ. P =
I/D. അതെ, പ്രിവലൻസ് എന്നത് ഇൻസിഡൻസിനെയും രോഗത്തിന്റെ ശരാശരി ദൈർഘ്യത്തെയും ആശ്രയിച്ചിരിക്കും. ഇത് ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമാകും. ജലദോഷത്തിന്റെ കാര്യമെടുക്കാം. ജലദോഷത്തിന് ഇൻസിഡൻസ് വളരെ കൂടുതലാണ്. അതായത് പുതിയ കേസുകൾ ധാരാളം ഉണ്ടാകുന്നു. ടാപ്പ് നല്ലപോലെ തുറന്നു വെച്ചിരിക്കുകയാണ്. പക്ഷേ രോഗത്തിന്റെ ദൈർഘ്യം, അതായത് ഡ്യൂറേഷൻ വളരെ കുറവാണ്, ഒരാഴ്ച. അപ്പോൾ ടബിലെ വെള്ളം പെട്ടെന്നൊഴുകിപ്പോകും. അതുകൊണ്ട് പ്രിവലൻസ് കുറവായിരിക്കും. അതെ. ഇനി പ്രമേഹത്തിന്റെ കാര്യം നോക്കൂ. അവിടെ ഇൻസിഡൻസ് കുറവാണ്. പതുക്കെയാണ് പുതിയ കേസുകൾ ഉണ്ടാകുന്നത്. പക്ഷെ രോഗത്തിന്റെ ദൈർഘ്യം വളരെ കൂടുതലാണ്. ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കും. അപ്പോൾ ടബിലെ ഓട്ട അടച്ചുവെച്ചതുപോലെയാണ്. വെള്ളം കെട്ടിക്കിടക്കും. അതുകൊണ്ട് പ്രിവലൻസ് വളരെ കൂടുതലായിരിക്കും. കൊള്ളാം. ഇൻസിഡൻസ് കൂടിയാൽ പ്രിവലൻസ് കൂടും. രോഗത്തിന്റെ ദൈർഘ്യം കൂടിയാലും പ്രിവലൻസ് കൂടും. അതെ. മികച്ച ചികിത്സാരീതികൾ വന്ന് രോഗികളുടെ ആയുസ് കൂടിയാൽ രോഗത്തിന്റെ ദൈർഘ്യം കൂടും. അത് പ്രിവലൻസ് വർദ്ധിപ്പിക്കും. അതൊരു വിരോധാഭാസമാണ്. നല്ല ചികിത്സ കാരണം പ്രിവലൻസ് കൂടാം. അതേസമയം രോഗം പെട്ടെന്ന് ഭേദമായാലോ മരണനിരക്ക് കൂടിയാലോ പ്രിവലൻസ് കുറയും. അപ്പോ നമ്മളിന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാലോ? ഒരു നഗരത്തിലെ ട്രാഫിക് നിയന്ത്രിക്കുന്നതുമായി ഇതിനെ ഉപമിക്കാം. നല്ലൊരു ആശയമാണ്. മോർട്ടാലിറ്റി എന്നത് കഴിഞ്ഞ വർഷം എത്ര മാരകമായ അപകടങ്ങൾ നടന്നു എന്നതിന്റെ കണക്കാണ്. ഇൻസിഡൻസ് എന്നത് ഇപ്പോൾ ഹൈവേയിലേക്ക് എത്ര പുതിയ കാറുകൾ പ്രവേശിക്കുന്നു എന്നതിന്റെ കണക്കാണ്. ഒരു പുതിയ പ്രശ്നം തുടങ്ങുന്നുണ്ടോ എന്നത് സൂചിപ്പിക്കുന്നു. പ്രിവലൻസോ? അതിപ്പോൾ ഹൈവേയിൽ ആകെ എത്ര കാറുകളുണ്ട് എന്നതിന്റെ ഒരു ഹെലികോപ്റ്റർ ദൃശ്യമാണ്. എത്രത്തോളം തിരക്കുണ്ടെന്നും എത്ര ആശുപത്രികളും ഡോക്ടർമാരും വേണമെന്നും അത് കാണിക്കുന്നു. വളരെ നല്ലൊരു സംഗ്രഹം. പ്രധാനമായി ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടി പറയാം. ഇൻസിഡൻസ് രോഗം വരാനുള്ള സാധ്യതയെയും, അതായത് റിസ്കിനെയും, പ്രിവലൻസ് രോഗത്തിന്റെ ഭാരത്തെയും, അതായത് ബേർഡനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ വ്യത്യാസം മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. ഈ ചർച്ച നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്ക് സഹായകമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അവസാനമായി പാഠപുസ്തകത്തിനപ്പുറം ചിന്തിക്കാൻ ഒരു കാര്യം പറയാം. മികച്ച രോഗനിർണയം പ്രിവലൻസ് വർദ്ധിപ്പിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അതെ, കൂടുതൽ കേസുകൾ കണ്ടെത്തുമല്ലോ. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ രോഗനിർണയ രംഗത്ത് വരുന്നു. മനുഷ്യന്റെ കണ്ണിന് കാണാൻ പറ്റാത്ത പാറ്റേണുകൾ പോലും AI കണ്ടെത്തിയേക്കാം. ഇത് ഒരു രോഗത്തിന്റെ പ്രിവലൻസിനെക്കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ ധാരണയെ എങ്ങനെയായിരിക്കും മാറ്റിമറിക്കുക? ശരിയാണ്. അതൊരു വലിയ ചോദ്യമാണ്. ഇത് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾക്ക് എന്ത് പുതിയ വെല്ലുവിളികളായിരിക്കും സൃഷ്ടിക്കുക? ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ.